തീവ്രവാദ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി ഡോക്ടർ ഹുസൈൻ മടവൂർ താൻ തീവ്രവാദം സംസാരിക്കുമെന്ന് ആരും പറയില്ല. വെള്ളാപ്പള്ളിക്ക് ആള് മാറിപ്പോയതാണ്. അദ്ദേഹത്തിന്റെ പ്രായം പരിഗണിച്ച് അത് വിവാദമാക്കുന്നില്ലെന്നും ഹുസൈൻ മടവൂർ 24-നോട് പറഞ്ഞു. ഡോക്ടർ ഹുസൈൻ മടവൂർ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം താങ്കൾ ഇപ്പോൾ കണ്ടു. എന്താണ് അതിൽ പറയാനുള്ളത്? അതില് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞാലേ അദ്ദേഹം ചെയർമാൻ സ്ഥാനം രാജിവെക്കുള്ളൂ എന്നാണ്. അദ്ദേഹം ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് വരണം. അതിൽ അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അതിന് കണക്ക് പുറത്തു കൊണ്ടുവരണം. ഇപ്പോൾ ഈഴവ സമുദായത്തിന് പലതും ലഭിച്ചില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ന്യായമാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിന് കൂടുതൽ കൊടുത്തു, അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കുന്നു, അവർ അവിഹിതമായി പലതും നേടി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ്. അപ്പോൾ നമുക്ക് കണക്കിലേക്ക് വരാം. കേരളത്തിലെ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ സമുദായങ്ങളുടെ എണ്ണം എടുക്കുക, MLA-മാരുടെ. അപ്പോൾ മുസ്ലിം സമുദായം ഏതാണ്ട് ഒരു 28-30% അത്ര 30% അല്ല 28%-ത്തിലേറെ മുസ്ലിങ്ങൾക്ക് കിട്ടിയോ? അത് തന്നെ കിട്ടിയിട്ടില്ലല്ലോ. മന്ത്രിമാരുടെ എണ്ണം നോക്കാം. മൊത്തം മന്ത്രിമാരിൽ മുസ്ലിം സമൂഹത്തിന് ഉണ്ടാവേണ്ട ആ എണ്ണത്തിലേറെ കിട്ടിയോ? മറ്റൊരു വിവാദ പരാമർശം ഉണ്ടായത് പണ്ടേ തീവ്രവാദം പറയുന്ന ആളാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ എന്നാണ്. എന്താണ് പ്രതികരണം? അത് അദ്ദേഹത്തിന് ആളെ മാറിപ്പോയതായിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞാലേ, അങ്ങനെ ആരും പറയില്ല. എന്നെ അറിയുന്ന ആളുകൾ ആരും പറയില്ല. മാത്രമല്ല, എവിടെ എപ്പോൾ തീവ്രവാദ പ്രവർത്തനം ഉണ്ടായോ അതിനെതിരിൽ പ്രതികരിക്കുകയും പ്രസംഗിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ക്യാമ്പയിൻ നടത്തുകയും ചെയ്ത ആളാണ് ഞാൻ. ഒരു കാരണം കാത്തിരിക്കുകയായിരുന്നു ഇത്തരത്തിൽ രാജിവെക്കാനും. അത് വെറുതെ പറയുന്ന. കാരണം എന്താണെന്നറിയാം, ഇപ്പം കഴിഞ്ഞ ആഴ്ച 5-ാം തീയതി തിരുവനന്തപുരത്ത് ചേർന്ന നവോത്ഥാന സമിതിയുടെ മീറ്റിങ്ങിന് എന്നെ വിളിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വേറെ ആളെ അയച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഞാനുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ സെമിനാർ സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ മുമ്പിൽ ഞാനുണ്ട്. ചേർത്തലയിൽ ഒരു വർഷം മുമ്പ് അവിടെ ക്യാമ്പ് ഉണ്ടായപ്പോൾ നവോത്ഥാന സമിതി കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് കൂടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ ചർച്ച ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന് തീരുമാനങ്ങൾ, അത് യോഗം കൂടുന്നുണ്ട് എന്നൊക്കെയുള്ളത് പുതിയ അറിവാണ്. ഓക്കെ.